അങ്ങേരിത് എവിടെ പോയി കിടക്കുവാണ്, കാണാനില്ലല്ലോ. ആഹാ മനുഷ്യ, ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം? നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ മനുഷ്യ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഇവിടെ കിടന്ന് ഇന്ന് എന്റെ മോളെ കല്യാണം എന്ന് പറഞ്ഞിട്ട് കീറി വിളിക്കണ്ട. കേട്ടോണ്ടിരിക്കുന്ന നാട്ടുകാർ വിചാരിക്കും ഇത് നിന്റെ മാത്രം മോളാണെന്ന്, എന്റെ അല്ലെന്ന് കേട്ടാ. പിന്നെ ഈ ഉത്തരവാദിത്തന്റെ കാര്യം അത് നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ വന്ന ആൾക്കാരെ മുഴുവൻ ഞാൻ നോക്കിയായിരുന്നു. എന്റെ ബന്ധുക്കാർ വന്നിട്ടുണ്ട്, അവര് ചോറുണ്ടോ അതെനിക്ക് അന്വേഷിക്കണം. പിന്നെ അല്ലാതെ നിന്റെ ബന്ധുക്കാർ മാത്രം വന്ന് തിന്നിട്ട് കൈയും കഴിവിട്ട് പോയാ പോരാ കേട്ടാ. അവിടെ പളവളാന്ന് ഇരിപ്പുണ്ട് എല്ലാരും. എല്ലാം ഉണ്ട്, വേണ്ട മഞ്ഞ മജന്ത പച്ച നീല എല്ലാ സാരി എടുത്ത് എന്റെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കണ. അവരെയൊക്കെ ഭർത്താക്കന്മാർക്കേ വിവരമുണ്ട്. വേണ്ട കിടക്കുന്നു കെട്ടി കീറിയ സാരികള്, ആരെങ്കിലും ഉടുത്തിട്ട് എവിടെയെങ്കിലും റോഡിൽ കളഞ്ഞ സാരികള് എടുത്തോണ്ട് വരണത്, പാറ്റ വെട്ടിയ സാരികള്. നിങ്ങൾക്ക് സെലക്ഷൻ അറിയാമോ മനുഷ്യ? അവരൊക്കെ ഭർത്താക്കന്മാർക്ക് സെലക്ഷൻ അറിയാം. എനിക്ക് സെലക്ഷൻ അറിഞ്ഞൂടാ. ഇല്ല. എടി നിന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോ ഇത് എന്നെ നാട്ടുകാരും പറഞ്ഞത്, അണ്ണാ നിങ്ങൾക്ക് സെലക്ഷൻ അറിഞ്ഞൂടെന്ന്. എന്റെ വാ ചൊറിഞ്ഞു പറഞ്ഞെങ്കിൽ വല്ല സർവേക്കലിനും കൊണ്ടിട്ട് വരാ പോടി. ഇങ്ങോട്ട് കയറി പോകാൻ പറഞ്ഞ അവള് അങ്ങോട്ട് കയറി പോകും. വേറൊരുത്തുണ്ട് എന്റെ പുന്നാരളിയെ. ഇവിടെ രാവിലെ മറ്റേ കർമ്മിയെ കൊണ്ടുവരാം, മാല കൊല ഇതെല്ലാം ഏർപ്പാടാക്കാന്ന് പറഞ്ഞുകൊണ്ട് പോയവനാണ് അവൻ. അയ്യോ പറഞ്ഞുണ്ട് അണ്ടാവുണ്ടോ? നീ മിണ്ടരുത്. നിന്നെ ഞാനൊരു ഇത് കാര്യം ഏൽപ്പിച്ചതാണ്. നിന്റെ അടുത്ത് കൊല കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എവിടെയാടാ? എന്റെ പൊന്നളിയാ, കൊല വാങ്ങിക്കാൻ പോയപ്പോഴല്ലേ ഇവിടെ നെല്ലാണ് ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പൂ വേണോന്ന്. പിന്നെ പൂ വാങ്ങിക്കാതെ കൊല വെച്ച് തലയിൽ വെച്ച് കെട്ടിയാ മതി. എന്നിട്ട് പൂ കിട്ടിയാ? പൂ കിട്ടിയില്ല, പിന്നെ കൊല കിട്ടി. കൊല കിട്ടിയാ? അത് മതി, പെട്ടെന്ന് കൊല കൊണ്ടുപോവാ. പക്ഷെ കൊലയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ബിവറേജിന്റെ ഫ്രണ്ടിൽ നമ്മളെ ഫ്രണ്ട്സ് ഇങ്ങനെ ക്യൂ ആയിട്ട് ഇരിക്കുന്നു. പിന്നെ പഴം ഇരിഞ്ഞ് എല്ലാ എണ്ണത്തിനും കൊടുത്തിട്ട് ഞാൻ ഒരു പൈൻറ്റും എടുത്ത് അടിച്ചിങ് വന്ന്. ഓ എടാ സാമദ്രോഹി, ഞാൻ ഇനി എന്തോന്ന് എടുത്തു വെച്ച അവിടെ കൊലയ്ക്ക് പകരം കെട്ടോടാ. അളയെ കൊലയ്ക്ക് വരെ തേങ്ങാക്കൊല ഉണ്ടല്ലോ, എടുത്ത് വെച്ച് കെട്ടളിയാ. ആയിരിക്കുന്ന കേക്കരുത്. ശരി, കൊലയുടെ കാര്യം വിട്. നീ മറ്റേ തന്ത്രിയുടെ കാര്യം ഏർപ്പാടാക്കാൻ വേണ്ടി പോയാ? റിമി വരും. റിമി അല്ലടാ, കർമ്മി. ഓ ആർമി. പട്ടാളക്കാരൊക്കെ ഇനി വിളിച്ച് കയറ്റി. എടാ കർമ്മം ചെയ്യുന്ന ആളില്ലേ? കേട്ടോ പുറത്ത് വന്നിരിക്കല്ലോ കർമ്മിടാ. കൊറേ നേരമായിട്ട് വന്നിരിക്കുന്നു. ഓ വൈകി. വാർക്കപ്പണിയോ? അല്ല, ചെറിയൊരു കർമ്മം ഉണ്ടായിരുന്നു. അത് ശരി, അപ്പൊ നമുക്ക് പൂജാ നടപടികളൊക്കെ അങ്ങോട്ട് ആരംഭിക്കാം. തുടങ്ങാം. ഒരു തൂസനെല്ലാം ഇങ്ങോട്ട് വെട്ടുക. ആ തൂസനെ അങ്ങോട്ട് വെട്ടുക. അതിൽ ഇച്ചിരി ചോറങ്ങോട്ട് വേണം. അതിലിത്തിരി ചോറങ്ങോട്ട് വിളമ്പാ. കുറച്ച് സാമ്പാറും കൂടെ അങ്ങോട്ട് വെക്കുക. ഒരു കാര്യം ചെയ്യാം, ഒരു ചിക്കന്റെ കാലും കൂടെ എടുത്താലോ വലിച്ചു തിന്നാ. ഇയാൾ ഇവിടെ ഞണ്ണാൻ വന്നതോ അതോ പൂജ നടത്താൻ വന്നതോ? ഓ അതിനാണല്ലോ. എന്നാൽ ആ ബോഡി കുളിപ്പിച്ച് കൊണ്ട് കിടക്കുക. ഓടിയോ? എന്നിട്ട് വായിക്കാനിടുന്ന ആൾക്കാരെ കണ്ട് ഏർപ്പാടാക്കുക. ചടങ്ങോട്ട് തുടങ്ങാം. ഇത് കല്യാണമാണ്, 16 അടിയന്തരം അല്ല. അയ്യോ, കർമ്മിയുടെ പേരെന്തുവാ? ബാഹുബലി കേക്ക്. ഇത് ബാഹുബലി കേക്കല്ല, ബാഹുബലിക്ക് വന്ന ഏതാ കാക്കയാണ്. ഓ അതെ, നിന്ന് താളം തുള്ളാതെ ചെറുക്കനും കൂട്ടരും ഇവിടെ. ചെറുക്കനും കൂട്ടര് പറഞ്ഞില്ല, ചെറുക്കനും കൂട്ടര്. നമസ്കാരം. ചെറുക്കനെ കുറച്ച് നാണുള്ള കൂട്ടത്തിൽ, അതാണ് കേട്ടോ. ഒന്നും കരുതണ്ട. ഭയങ്കര നാണക്കാരനാണ്. അതെന്തായാലും ഞാൻ അങ്ങനെ എന്റെ ചെറുക്കനെ വളർത്തിയിട്ടുള്ളത്. അതെ, ഭയങ്കര ബോയ്സ് ഹൈസ്കൂളിലൊക്കെ പഠിപ്പിച്ച ആ ഒരു രീതിയിലാണ്. അപ്പൊ അതിന്റെ ഒരു നാണം കാണും. പെണ്ണുങ്ങളെ മുഖത്തൊന്നും നോക്കത്തില്ല. പിന്നെ എവിടെയാ നോക്കുക? ഉണ്ടായത്. അതായത് പെൺകുട്ടികളുടെ മുഖത്ത് വരെ നോക്കൂല. ഞാൻ മോനെ ഇങ്ങനെ വന്നേ. മോന് എന്റെ മോളെ ഇഷ്ടപ്പെട്ടോ? പെണ്ണിനെ? മാമ എനിക്ക് നാണം വരുന്നു. ഭയങ്കര നാണാണല്ലോ. ഇങ്ങനെ നാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ താലി കെട്ടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികളെ മുഖത്ത് വരെ നോക്കൂല. അത്രയ്ക്ക് അങ്ങനെ വളർത്തിയാണ് എന്റെ മോനെ ഞാൻ. മകളെ എന്താ നാണം? മാമ എനിക്ക് ഭയങ്കര നാണമാണ്, കയ്യും കാലൊക്കെ വിറയ്ക്കുന്നു. എടാ എന്റെ കല്യാണത്തിന് ഇങ്ങനെ തന്നെയായിരുന്നു. മാമന് ഇത് നാണം ഉണ്ടായിരുന്നു. പിന്നെ മാമ ഒരു മരുന്ന് കഴിച്ചപ്പം ആ മുട്ട് വിറയലും ആ നാണം എല്ലാം അങ്ങ് പോയി. എല്ലാം പോയാ? ഓ മോന് വേണോ ആ മരുന്ന്? വേണോ? ചെറിയൊരു മരുന്ന് എനിക്കും കൂടെ തരുമോ മാമ? പിന്നെ എന്റെ മാമ നിക്കല്ലടാ. അതെ ഞാൻ അവനെ കൊണ്ടുപോവാണ്, ഇപ്പൊ കൊണ്ടുവരാം. അതെ, അധികം ദൂരം ഒന്നും പോകരുത്, മുഹൂർത്തത്തിന് ടൈമാ വരികയാണ്. അപ്പഴേ അല്ല, ഞാൻ വന്നപ്പോഴേ ചോദിക്കണമെന്ന് കരുതിയതാ. ഇത് ഭാര്യയെ കൊണ്ടുവന്നില്ലയോ? ഭാര്യയോടെ പോയി. എന്താ കരയല്ലേ? എന്തു പറ്റി? അയ്യോ ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല. ഭാര്യ മരിച്ചുപോയ കാര്യം. എപ്പോഴാ മരിച്ചത്? മരിച്ചു പിന്നെ പറഞ്ഞതോ പോയെന്ന്. എടാ അവള് വന്ന പാട് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ചോറിനാൻ പോയിന്ന്. ഞാൻ കരുതി കണ്ട മരിച്ചു പോയെന്ന്. പറയണ്ടേ?
ചേട്ടന്റെ ഭാര്യനെ കണ്ടില്ല ഏ? കണ്ടില്ല ഇവിടെ. എന്റെ ഭാര്യ അങ്ങ് പുറത്താ. ഓ ഗൾഫിലായിരിക്കും. ഗൾഫിലൊന്നും അല്ല. ചാണകം ചോട്ടി വീട്ടിനകത്ത് കയറിയപ്പോ ഞാൻ പറഞ്ഞു പുറത്തു പോയി കാല് കഴുകിയിട്ട് അകത്ത് കയറിയാതെ എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയിരിക്കുക. അപ്പൊ അതെ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. നമുക്ക് പോയിട്ട് വേറെ പണികളുണ്ടേ. ഉണ്ടോ? മുഹൂർത്തം അടുത്ത് വരുന്നു. അതെ ചെറുക്കനെ പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കാം. എവിടെ ചെറുക്കൻ എന്ത്? ആദ്യം ചെറുക്കനാണല്ലോ വന്ന് പന്തിയിലിരിക്കേണ്ടത്. പെൺകുട്ടിയെ വിളിച്ചോളൂ. പെണ്ണ് പിന്നീടല്ലേ ഒരുങ്ങി കെട്ടി വരുന്നത്. ആദ്യം ചെറുക്കനല്ലേ ഇരിക്കേണ്ടേ? ചെറുക്കൻ എന്തിയേ? അല്ല പെണ്ണ് വന്നോട്ടെ. ആദ്യം ചെറുക്കൻ വരട്ടെ. നിങ്ങളുടെ അളിയന്റെ കൂടെ അല്ലേ പോയത് ചെറുക്കൻ? എന്റെ ദൈവമേ, വിളിക്കിങ്ങോട്ട്. എന്നാ ഇനി നോക്കണ്ട. എവിടെ? മാമനാണ് മാമ ഈ ഏരിയയിലെ സൂപ്പർ മാമ. മാമനാണ് മാമൻ ടിങ്ക മാമ, എന്റെ പുന്നാര മാമ. ഇവിടെ മാമ ഞാനൊരു കിസ് അടിച്ചോട്ടാ. അല്ല മാമ, ഈ വീട്ടിൽ എന്താ മാമ ഒരാൾക്കൂട്ടം മാമന്റെ പെണ്ണുമ്പിള്ള ആരെങ്കിലും പെണ്ണ് കെട്ടാൻ വന്ന? അവിടെ ആരടാ? ബംഗാളികൾ പോലും ഫ്രീ ആയിട്ട് കൊടുത്താ കൊണ്ടുപോകൂലേ? തലയിലായി. ഞാൻ ഒരു കാര്യം ചെയ്യും, മാമൻ പൃഥ്വിരാജിന്റെ പാവാട കണ്ടാ മാമ? എടാ എന്റെ പെണ്ണും പിള്ളേരെ പാവാട കണ്ടിട്ട് മാസങ്ങളായി, പിന്നെയാണ് പൃഥ്വിരാജിന്റെ പാവാട. മക്കളെ നിന്റെ നാണമൊക്കെ മാറിയല്ല. അല്ല മാമ, ഇതാരും മാമ? ഏതാ ഈ വട്ടാവളിയൻ? മോനെ ഞാൻ നിന്റെ അച്ഛനാടാ. അച്ഛന്റെ ഉച്ചി. എന്താ ഇത്? അച്ഛനെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറയേ. ഇതാരത്? ചൊറിയൻ ജേമിന് പെയിന്റ് അടിച്ച് കാണത്തുള്ള ഒരു രൂപം. നമ്മ മനസ്സിലായില്ലേ? ഇല്ല. ഓൻ ബാഹുബലി കേക്ക്. അയ്യോ ബാഹുബലി കേക്ക്. ഇതാരെങ്കിലും കേക്കനോട് നിന്റെ ചെവള നീര് കയറോടാ. മാറിയില്ലടാ അങ്ങോട്ട്. എങ്ങനെയൊന്നും സംസാരിക്കല്ലടാ. പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിക്കും. മോനെ ഇത് എന്താ? അച്ഛനെ നോക്കിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ എങ്ങനെ കാണിക്കണം ഞാൻ? പിന്നെ എങ്ങനെ കാണിക്കാം? നീ പാടം നിനക്ക് നല്ല വൃത്തിയാ കാണിച്ചു തരാടാ. അയ്യോ എന്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പാടില്ല. പിന്നെ ഞാൻ പെണ്ണിന്റെ അച്ഛനാ. പെണ്ണിന്റെ അച്ഛനാ? നീ പോയി ഗ്യാസ് പറഞ്ഞ അങ്ങോട്ട്. എടാ പെണ്ണിന്റെ അച്ഛൻ നിന്റെ മോളുടെ കാര്യം റൂട്ട് മാത്രം നോക്കിയാൽ മതി. ഈ റൂട്ടിലോട്ട് കയറി നിറങ്ങണ്ട കേട്ടാടാ. മോനെ നീ വിഷയം ഉണ്ടാക്കല്ലടാ. നമ്മളിവിടെ വന്നെന്തിനാന്നറിയില്ല. എന്തിന്? നിന്റെ കല്യാണം നടത്തുന്ന അച്ഛനല്ലേ? അയ്യോ അച്ഛൻ. അയ്യോ അനുഗ്രഹം വാങ്ങി. അച്ഛന്റെ അനുഗ്രഹം വാങ്ങി. അനുഗ്രഹം എവിടെ? അച്ഛന്റെ അച്ഛന്റെ അനുഗ്രഹം എന്താ? ഇവിടെ ഉണ്ട് അച്ഛൻ. അച്ഛന്റെ അനുഗ്രഹം ഇവിടെ ആ എന്നെ പെറ്റി വളർത്തി എന്റെ പൊന്നച്ഛ. എന്റെ മോന് നല്ല ബുദ്ധി. ഇതെന്തോ ഈ കാണിക്കുന്നത്? ഈ കിളവ് ഇതൊന്നും നല്ലൊരു കല്യാണത്തിന് വരെങ്കിലും ഉടുമുണ്ടൊക്കെ ഉടുത്തോണ്ട് വരല്ലേ? ഇങ്ങോട്ട് വരാ പെണ്ണിന്റെ അപ്പ. പെണ്ണെവിടെ? കാണട്ടെ പെണ്ണ്. പെണ്ണിനെ അന്വേഷിക്കേണ്ട, പെണ്ണല്ലേ അകത്തുനിന്ന് വരുന്നത്. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇതല്ല, ഇതെന്റെ ഭാര്യ, പെണ്ണിന്റെ അമ്മ. നിങ്ങളെ ഭാര്യ? അപ്പൊ കല്യാണം കഴിഞ്ഞാ പുറത്ത് ഇവിടെ തന്നെ. വൃത്തിയാണ് പറയുന്നതാ. നീ എന്റെ മോനെ അടിച്ചില്ലടാ. പന്നനാറ് എന്റെ അളിയനായിരിക്കും. നിങ്ങൾ എന്താ ഈ കാണിക്കണേ? നിന്റെ മോനും വേണ്ട, നിന്റെ മോന്റെ കല്യാണം പുറത്ത് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. എനിക്ക് നിന്റെ മോളെ വേണ്ട, നിന്റെ പെണ്ണും പിള്ളേ വേണ്ടടാ. എടാ വിളിച്ചോണ്ട് പോടാ നിന്റെ ചെറുക്കനെ. നിങ്ങൾ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞങ്ങൾ അന്തസ്സുള്ള കുടുംബക്കാരാ. അന്തസ്സുള്ള കുടുംബക്കാർ. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കുന്നെന്ന് പറഞ്ഞിട്ട് അവന്റെ എല്ലാ പ്രകടനത്തിനും ഞങ്ങളുടെ കണ്ടു. ഞങ്ങൾ ചെറുപ്പം മുതൽ അച്ഛനും മോനും ഒരുമിച്ചിരുന്ന് അടിക്കുന്ന ആൾക്കാരാണ്. വീട്ടിൽ പോയി പോടാ. പെണ്ണിന്റെ മുഖത്തെ ഞാൻ നോക്കാറുള്ളൂ, ബാക്കി എല്ലായിടത്തും ഞാൻ നോക്കടാ. നമുക്ക് ഇങ്ങനത്തെ ഒരു ബന്ധം വേണം. നമ്മളെ എന്ന് മുതൽ അടിച്ചോ? ഇല്ല അളിയ, നമുക്ക് നമ്മുടെ മാനവല്ല അളിയ. അച്ഛന്റെ ഒരു ബന്ധം പോടാ എന്റെ വീട്ടിൽ. നമുക്ക് നേരെ ഷാപ്പിൽ പോയി പൂച്ച. നിങ്ങളെ പെണ്ണിന് വേണ്ട. ഒന്ന് പോയി തരാവോ? കല്യാണം മുടങ്ങിയെന്ന് കരുതി സാമ്പാറിന് വെള്ളം ഒഴിക്കരുത്. നമ്മള് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. എന്റെ സാമ്പാർ ഞാനിപ്പോ തരും. എന്റെ ഉത്തരേന്ത്യ ഞാൻ ഇടിച്ച് ദക്ഷിണേന്ത്യയിലാക്കി കളയും. അളിയാ നീ ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണം. ചെക്കൻ പോയ അളിയാ. ചെക്കം ഇനി മേലെ നിന്നെ ഈ വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയി എന്നെ അടിക്കുന്നത് അടിക്കാതെ ഇത്ര കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച നീയല്ലേ? അളിയാ ഞാൻ ഒരു കാര്യം പറയട്ടാ. എന്തോന്ന്? ആ ചെറുക്കൻ പോയെങ്കിൽ പോട്ടെ അളിയാ. എന്റെ മോൻ നിക്കല്ലേ അളിയാ, നമ്മളെ മോളല്ലേ അളിയാ. എന്റെ മോനെ കൊണ്ട് കെട്ടിക്കോ അളിയാ, നമ്മളെ മോളെ. അളിയാ ഇത് സത്യം തന്നെ? അളിയന്റെ മോനെ കിട്ടുമോ? എന്റെ മോനെ കൊണ്ട് കെട്ടിക്കും. ഓ വളരെ നന്ദി അളിയാ, വളരെ നന്ദി. പിന്നെ അളിയാ ചെറിയൊരു പ്രശ്നം. എന്ത്? ചെറുക്കൻ ഈ പറഞ്ഞതുപോലെ ഭയങ്കര നാണമാണ്. അപ്പൊ അവന് നാണം മാറാനുള്ള മരുന്ന് അവിടെ നിന്ന് കൊടുത്തിട്ട് കൊണ്ടുവരണോ അടാ ഇവിടെ ഒന്ന് കൊടുക്കണോ? വീണ്ടും വരുന്ന